റിനൂസിധർ തുടരുന്നുണ്ട്. റിനൂസിധർ, ഇ.പി. ജയരാജൻ പറയുന്നത് 7,000 രൂപയാക്കിയത് LDF സർക്കാരാണ്. LDF സർക്കാർ 7,000 രൂപയാക്കിയ പശ്ചാത്തലത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നു. ഇതിന് പിന്നിൽ ദുഷ്ടശക്തികളാണ് എന്ന പദമാണോ ഇ.പി. ജയരാജൻ ഉപയോഗിക്കുന്നവരെ വിശേഷിപ്പിക്കാൻ? കൃമികീടങ്ങൾക്കും പാട്ട പിരിവുകാർക്കും ശേഷം ദുഷ്ടബുദ്ധികൾ എന്ന വിശേഷണമാണോ ചാർത്തിക്കൊടുക്കുന്നത് നമ്മുടെ ആശാവർക്കർമാർക്ക്? റിനു, അരുൺകുമാർ, CPM തുടക്കം മുതൽ തന്നെ ഈ സമരത്തിന് എതിര് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം തൊഴിലാളി സംഘടനയാണ്, തൊഴിലാളി സർക്കാരാണ്. പക്ഷേ ഈ തൊഴിലാളികളുടെ ഒരു ജീവിത സാഹചര്യം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് CIT, അതായത് തൊഴിലാളി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഇവരെ ആക്ഷേപിച്ച രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ ഇ.പി. ജയരാജൻ, CPMന്റെ മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം ആണ്. അദ്ദേഹമാണ് വലിയ രീതിയിൽ ഒരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ആദ്യ സാഹചര്യത്തിൽ ഒരു സേവന മേഖലയായിരുന്നു ആശാവർക്കർമാർ. അവർക്ക് ശമ്പളം ഒന്നും തന്നെ നൽകിയിരുന്നില്ല. പക്ഷേ 7,000 രൂപയായി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഈ സമരം ചില ദുഷ്ടബുദ്ധികളിൽ ഉദിച്ചതാണ് എന്നുള്ളതാണ്. ഈ ചില ദുഷ്ടബുദ്ധികളാണ് ഈ സമരത്തിന് പിന്നിലെന്നുമാണ് അദ്ദേഹം ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമരത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പല CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ 17-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു സമരം, രണ്ടാം ഘട്ട ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് പോകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സമരത്തെ ചർച്ചയിലൂടെ പരിഹരിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാനല്ല CPM നേതാക്കൾ ഓരോ ദിവസവും ശ്രമിക്കുന്നത്. ഇതിനെ വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രണ്ടാം ഘട്ട സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നു. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ട് 25,000-ത്തിലധികം ആശാവർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമരത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അരുൺകുമാർ, റിനൂസിധറാണ് വിവരങ്ങൾ നൽകുന്നത്. ദുഷ്ടശക്തികൾ എന്നാണ് ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൃമികീടങ്ങൾ, പാട്ടപ്പിരിവുകാർ, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ പൊതുസമൂഹം ആശാവർക്കർമാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടാവാം, സംഘടനാ താല്പര്യമുള്ളവരൊക്കെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന കോസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആശാവർക്കർമാരുടെ വേതനം കൂട്ടുക എന്നുള്ളത്, അവരുടെ ഓണറേറിയം ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ന്യായമായ ആവശ്യവുമാണ്. ഇനി അംഗൻവാടി ടീച്ചർമാരുടെ കാര്യത്തിലോ, അക്കാര്യത്തിലും ഇതേ പ്രശ്നമുണ്ട്. അംഗൻവാടി ടീച്ചർമാരുടെ കാര്യത്തിലും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 17-ാം തീയതി മുതൽ അവർ സമരം തുടങ്ങുകയാണ്. ഒരു ഭാഗത്ത് ആശാവർക്കർമാർ, മറുഭാഗത്ത് അംഗൻവാടി ടീച്ചർമാർ. എന്തായാലും